പപ്പയുടെ മിഠായി കുട്ടി വന്നാ എങ്ങനെ മനസ്സിലായി? പോടി കാന്താരി അവിടുന്ന്. വലിയ ഡോക്ടറായി പോലും വേറെ ആരെങ്കിലും എന്നെ വന്ന് ഇത്ര ധൈര്യമായിട്ട് പിടിക്കുക. പിന്നെ ഒരാളുള്ളത് കിടന്നു പോയില്ലേ? പാപ്പാ, ടേക്ക് ഇറ്റ് ഈസി. ഷീ ഈസ് ഗോയിങ് ടു ബി ഫൈൻ. പഴയ പോലെ ചന്ദ്ര പപ്പയുടെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് ഞാൻ കാണിച്ചു തരാം. പ്രോമിസ്. ഓക്കേ, ഐ ബിലീവ് യു. നീ വരുന്നോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുക. അച്ഛൻ എവിടെ പപ്പ? ഇരവി ചന്ദ്രയുടെ അടുത്ത് തന്നെ ആയപ്പോഴും അവനൊരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാ. ഊണുമില്ല, ഉറക്കവുമില്ല. എന്നേക്കാ കൂടുതൽ വേവലാതിയാ അവന്. ചന്ദ്രയുടെ ഭർത്താവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 5 minutes. ഒരു ക്വിക്ക് വാഷ് ആൻഡ് ചേഞ്ച്. പപ്പ റെഡി ആകുമ്പോഴേക്കും ഞാനും റെഡി. ഓക്കേ. ദിസ് ഇസ് നത്തിങ്. ഷീ ഈസ് എക്സലന്റ്. ഞാനും ഒരു പൊടി ഡോക്ടറല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോവും മുമ്പ് ചന്ദ്രൻ നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദർ ഇൻ ലോ, ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടാ? എനിക്കറിയില്ലേ എങ്ങനെയാണെന്ന്. അതെങ്ങനെ? ഞങ്ങൾ തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? അച്ഛനെപ്പോ കണ്ടു? ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവർ തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളൻ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ. ആളെവിടെ? രാവിലെ വന്നതാ. ഡോക്ടറെ കാണണെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു. അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം. താനൊന്ന് നിന്ന് തന്നാ മതി. വാടോ, നിന്ന് തന്നാ മതി. ആ, എത്തില്ലോ. ഇതാണ് ഞങ്ങളുടെ ലേഖമോള്. ഇത് പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. ശബ്ദം ഇതെന്ത് പറ്റി? എന്ത് പറ്റി? ഫോണിൽ കേട്ടതുപോലെ അല്ലല്ലോ. അതെയാ? അല്ലേ? പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടുണ്ടെന്ന്. ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി. അതെ. മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ചന്ദ്ര മെലിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം വണ്ണം വെച്ചു. ഇനി മെലിഞ്ഞോളൂ അല്ലേ? ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റുള്ള ആളാവുന്നു. ഹൈറ്റ് ഉണ്ടായിരുന്നു. ഓ, ടെൻഷൻ കാരണം കുറഞ്ഞു പോയതായിരിക്കും അല്ലേ? ലേഹ വളരെ ജോളിയാണല്ലോ. പിന്നെ എന്തൊക്കെ പറഞ്ഞു ചന്ദ്ര? പറഞ്ഞു കേക്കട്ടെ. നീണ്ട മുടിയാണ് ആൽഫിക്കുന്നാണല്ലോ ചന്ദ്ര പറഞ്ഞത്. മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാലോ. ഇനി ഒന്നും ചോദിക്കണ്ട. ഒരു മിനിറ്റ്. എന്തൊക്കെ പുളുവാ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇവളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്നും പറയണ്ടെന്ന്. അപ്പൊ ഇവള് പറയാണ് അവളിങ്ങി വരട്ടെ, അവളെ പറ്റിക്കാം, നമ്മളെ കാണുമ്പോ അവള് അന്നം വിട്ടുപോകണം. നീ പറഞ്ഞ പോലെ എന്നെ സംഭവിച്ചു. മരമണ്ടി കുറെ പൊക്കമുണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് വയറ് ചിരിച്ച് വേദന. ഞാനിവിടെ നിൽക്കും. ഞാൻ പോയിട്ട് ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു. ഇവളുടെ ജാതകം എഴുതിയിട്ടുണ്ടോ? തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. താനെടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക്. എന്തിനാണോ ഇങ്ങനെയുള്ളതിനൊക്കെ ഉണ്ടാക്കുന്നത്? ലേഖയുടെ ഒരു സ്വപ്നമല്ലേ ഇരവി മാമൻ സമ്മതിക്കും. വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞ ഞാൻ പിന്നെ പപ്പയോട് മിണ്ടൂല. നീ പിണങ്ങണ്ട, ഇരവിയോട് ഞാൻ സംസാരിക്കാം. ഈ നടപ്പ് ഏതായാലും കൊള്ളാം. കൊറേ നാളായല്ലോ വർമ്മസാറിന്റെ ദേഹമൊക്കെ ഒന്ന് അനങ്ങിട്ട്. തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ലേഖയുടെ കാര്യമാ. അവള് പുറത്തു പോയി പഠിക്കണ കാര്യമാണെങ്കിൽ പറയണ്ട. അതെന്താ? എന്റെ ഡോക്ടർ സാറേ, ഈ സായിപ്പ്മാരെന്ന് പറഞ്ഞ ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാരാ. ചുമ്മാ ഹലോ എന്ന് പറഞ്ഞാ അപ്പൊ പിടിച്ചു ഉമ്മ നോക്കി. അങ്ങനെ ഇപ്പൊ എന്റെ മോളെ കണ്ണി കണ്ട സായിപ്പ്മാര് ഉമ്മ വെക്കുന്നത് എനിക്ക് ഇഷ്ടല്ല.
തന്നെ ഇവിടെ ആരാ ഇതൊക്കെ പറഞ്ഞത്? ഇന്നാളെ ഏതോ ഒരു രാജ്യത്തെ പെൺ പ്രധാനമന്ത്രി വേറെ ഏതോ ഒരു രാജ്യത്തെ ആൺ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ. വൃത്തികെട്ടവന്മാര് വെറുതെ കണ്ട അപ്പം മൂച്ച് കളിക്കുക. എനിക്ക് പേടി ഇത് ഇന്ത്യയിലെങ്ങനെ വരൂ. വന്നാ ഞാൻ സമ്മതിക്കൂല. എടോ, നമുക്കിഷ്ടമില്ലെങ്കിൽ ഒരു രാജ്യത്തും ആരും നമ്മളെ പിടിച്ച് ഉമ്മ നോക്കാൻ പോണില്ല. എന്റെ പെങ്ങൾ അമ്മുക്കുട്ടി അമേരിക്കയിലല്ലേ, അവളെ ആരെങ്കിലും പിടിച്ച് ഉമ്മ വെച്ചേട്ടത് എനിക്കറിയാവോ? അതേടോ രവി, വളരെ മിടുക്കരായിട്ടുള്ള 1-2 പേർക്ക് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പ് ആയത്. അത് അവർക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കണം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. തന്റെ മാത്രമല്ല, എന്റെ മോളെ അവള് നമ്മളായിട്ട് എതിർക്കാൻ പാടില്ല. എല്ലാവരും കൂടെ തീരുമാനിച്ചാ പിന്നെ ഞാൻ ഒപ്പിട്ടല്ലേ പറ്റൂ. ആ മതിയല്ലോ. ഉമ്മ വെക്കുന്നതായിട്ട് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ആ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാരും അറിയിക്കാനുണ്ട്. ചന്ദ്ര കിടപ്പിലായതിനു ശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാണെന്ന് മാനേജർ പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് വേണം. ആൽഫി ഇനിയിപ്പോ അന്യനല്ലല്ലോ, അതുകൊണ്ട് അയാളെ മാനേജിംഗ് ഡയറക്ടർ ആക്കാൻ ഞാൻ തീരുമാനിച്ചു. ഓക്കെ. വേറെ ആരെയുമല്ല, എന്റെ മകളുടെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുന്നത്. വേറെ ആരെയാ ഞാൻ വിശ്വസിക്കേണ്ടത്? ഇതിത്തിരി കടന്ന കൈയായി പോയി. എന്ത്? എവിടെന്ന് വന്ന് കയറിനെ പിടിച്ച് ബിസിനസ് അല്ലേ ഏൽപ്പിച്ചത്? മറ്റാരും അല്ലല്ലോ, ചന്ദ്രയുടെ ഭർത്താവല്ലേ. എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഇരവി കണ്ടതല്ലേ. ഇരവിയും കുഴവിയും അമ്മിക്കല്ലും ചേർന്ന് കുടുംബം തല്ലിച്ചതൊക്കെയായിരുന്നു മതിയായിരുന്നു. ഓഫീസിലിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അധികാരം കൊടുത്തു എന്നല്ലാതെ തൊത്തൊന്നും എഴുതി കൊടുത്തില്ലല്ലോ. ഇതെങ്ങനെ ചത്തുപോയാ ഉള്ളതെല്ലാം വാരിക്കൊണ്ട് അവൻ പോവും. വെറുതെ അതും ഇതും പറയാതെ അവളെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും കിടക്കുക. ചന്ദ്ര കേക്കട്ടെ, ഉള്ളതല്ലേ പറയുന്നത്. എനിക്ക് അവനെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല. നിന്റെ പോലീസ് കണ്ണ, അതിന്റെ കുഴപ്പാ. ഒന്ന് ഞാൻ പറയാം, കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകാതെ നമ്മൾ ആരും ഇവിടുന്ന് പോകുന്നില്ല. വിരലടയാളം മതിയോ? കയ്യൊപ്പ് വേണ്ടേ? ഇടോ, കൈകൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടെ അളവെടുത്തത്. ആൽഫിയെ മാനേജിംഗ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവളുടെ ഓർഡറാണിത്. ഇതിന്ന് തന്നെ ഓഫീസിൽ കൊടുക്കണം, കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം. പിടിക്കേ. ഇരവിക്കെന്താ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് പോലെ? ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. ഈ തീരുമാനം എന്താ? അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം. നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത്. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു. എനിക്കൊരു 1000 റുപ്പീസ് വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. കോണ്ടസയുടെ കീ എടുക്കാൻ ഞാൻ മറന്നു. കോണ്ടസയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താടാ മരപ്പട്ടി നോക്കി നിക്കണേ? 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കിലേക്ക് തിരികെ. അല്ല, ഇതിപ്പോ ഏത് കണക്കിൽ എഴുതുന്നത്? എന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരം നടത്തി എന്നുള്ള കണക്കിലങ്ങടെ എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല, ഈ കോണ്ടസ എന്ന് പറഞ്ഞ കാറല്ല. കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ ഒരു കാർ ഉണ്ട്. ഒരു 500 റുപ്പീസ് തുടങ്ങി. അപ്പൊ 1500. കണക്കെല്ലാം കണക്ക് പോലെ ഇരിക്കണം. ഹലോ, മാനേജരല്ലേ? ഞാൻ വർമ്മയാണ്. നാളെ എന്റെ മരുമകൻ MD ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട്. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. അയാൾക്ക് ബിസിനസ് വലിയ പരിചയമുള്ള ആളല്ല. എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. യു മസ്റ്റ് ട്രീറ്റ് ഹിം വെൽ. ആളറിയോ? എനിക്കറിയില്ല. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫി എന്ന് വിളിക്കും. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്. അവിടെ കോട്ട് സൂട്ട് ഇട്ട് ഒരുത്ത നിൽക്കുന്ന കണ്ടില്ലേ? അവനാ എന്റെ അളിയൻ, അവിടുത്തെ മാനേജർ. ഞാനീ മാങ്ങാത്തൊരു ഓർത്തുമില്ല. MD എന്നും പറഞ്ഞ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാൽ അതോടെ തീരും ഇവിടുത്തെ ചുറ്റിക്കളി. വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആൽഫി എന്ന് പറഞ്ഞ് ഒരുത്തൻ അവന്മാര് കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ ആ വേഷം കെട്ടിയാ മതി. അയ്യോ, അവന്മാരെ കണ്ടുപിടിച്ചില്ല. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമയിൽ തട്ടി മൂളിക്കണം. ഫയല് വല്ല ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. നമ്മളെ കണ്ടാൽ MD ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാർ MD-കളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ട് എടുത്തൂല്. എന്താന്നാണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന.
ചോദിച്ചു നോക്ക്. മിസ്റ്റർ ആൽഫ്രഡ് ഫെർണാണ്ടസ് ആണ്. സാരി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്നേ, ഡ്രസ് ചേഞ്ച് ചെയ്യണം. ആ, നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിന്? ഈ കുട്ടിയുടെ ഡ്രസ്സ് മാറ്റണം, അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താങ്കൾ വന്ന്. താ വെളിയിൽ പോയേ, സാർ ഇവിടെ നിൽക്കൂ. 3 പേരും വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉടുപ്പ് മാറ്റിയാൽ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണ. പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവിന് നിൽക്കാലോ. അത് ഭർത്താവാണെങ്കിലല്ലേ? നിക്കാം, ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷെ നമ്മൾ നാണോ മാനോളവരല്ലേ? ഞാൻ പോയിക്കോളാം. വെളിയിൽ പോകാൻ പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? ചെയ്യുന്നത് തെമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവര് സമ്മതിക്കുന്നില്ല. പിന്നെ ആര്? ഇവര് അതെ, ഈ കോണ്ടസക്കാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്ങോട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനിത് ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്നുണ്ടാ തോന്നുന്നു. ഇയാളുടെ ഭാര്യയുടെ തുണിയാണ് അയാൾ മാറ്റുന്നത്, അയാളുടെ ഭാര്യയുടെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി, ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്റെ പാവാട ഇങ്ങതാടോ, എന്റെ പാവാട ഇങ്ങതാടോ, എന്റെ പാവാട തരാൻ. ഇറങ്ങി പോടോ വെളിയില്. എന്താടാ നിന്ന് വിളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തികെട്ട കറുത്ത പാടിലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ട് കേട്ടാ. ഗതി കേട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണുടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. വൃത്തികെട്ടവന്മാര്. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായരാ, അല്ലെങ്കിൽ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. സർ, ഇതെന്തൊരു പുലിവാല. പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് ഫോൺ വിളിക്കുമ്പോ MD എന്തൊക്കെയോ പിച്ചും പേയി പറയുകയാണ്. ഇതെന്താ സംസാരിക്കുന്നറിയാൻ ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി വിളിച്ച് പുറത്താക്കി. എടോ, ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളയിരിക്കുക. എന്താ ചെയ്യാ? വലിയ മുതലാളിയുടെ മരുമനായി പോയില്ലേ? ആ ചന്ദ്രാമ എന്ത് കണ്ടിട്ടാ വിവരം കെട്ടോനെ കിട്ടിയത്? എനിക്ക് ഒരു പിടിയും കിട്ടില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ. അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള. ആ ഹമുക്കിനോട് ചെന്ന് പറ, ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 റുപ്യന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് സാരമില്ല, ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ടാ. നിങ്ങൾ 5000 റുപ്യ തരി. നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു.
അപ്പൊ മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കയറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. ആ സാർ, കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. എൽ സി ഓപ്പൺ ചെയ്യണം. എൽ സി ഇതുവരെ വന്നിട്ടില്ല. ഓളെവിടെ പോയി? സാർ ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. ദാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യമായി വീട്ടിലോട്ട് ചെല്ലാൻ. നമുക്ക് സൗകര്യം ഇല്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ല നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോകണം. വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ.